കുരിയാച്ചോ ഇറങ്ങി വാടാ കുരിയാച്ചോ. സോ ഗൈസ് നമ്മൾ വെറുതെ നിന്നപ്പോ നമ്മള് മൂഡ് കാരണം ഇതാ ഇവിടെ പൊന്മുടിയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അസറ് വിളിക്കേ ഇസ്മാലിക്ക ചവിട്ട്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കുന്നതിന്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ സ്ട്രെയിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഹോട്ടൽ ഹരിദാർ എന്ന് ഫുഡ് കഴിച്ചിട്ട് ഗൈസ് ഞാൻ കറക്റ്റ് റിവ്യൂ പറയാം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും, ഇഷ്ടപ്പെട്ടതെന്ന് പറയും. രസം ഒത്തിരി കഴിച്ചു. എന്തോന്നു കുറച്ച് സാമ്പാർ, കുറച്ച് മോര് കൂട്ടിയതാണ്. മോര് കൊള്ളാം ചേച്ചി, മോര് കൊള്ളാം. സാമ്പാർ നമ്മൾ കുഴക്കാം ഗൈസ്. സാമ്പാർ കൊള്ളാം കേട്ടോ. അതെ കേട്ടോ, എടുക്കാം ഗൈസ്. ഫ്രൈ ചെയ്തോണ്ടെന്ന് പറഞ്ഞാൽ ചാളയാണ്. അച്ചാർ ഡിസ്പ്ലേ കൊച്ചി ഊണെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ചേട്ടത്തിക്ക കുഴപ്പമില്ല. ഇതെന്ത് മത്തിയാ കച്ചി? ചാളയാ? മത്തി ഗൈസ്, കൊള്ളാം. ചേച്ചി ഇത് അയലയാ? ചാളയല്ലേ? നാടൻ ചാളയാണ് ഗൈസ്. ഗൈസ് മീൻചാറ് കൂട്ടി ഒരു പിടി പിടിക്കാം. ഇതാണ് മീൻചാറ്. എന്തൊരു പൊരിച്ചേ. ഇതേത് ചേച്ചി? ചേച്ചി ഇതേത് മീൻ? വങ്കടയാണ് ഗൈസ്. കൊള്ളാം ഗൈസ്. കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് കുടിക്കേണ്ടതാണ് ഈ പേരക്ക ജ്യൂസ്. ഒരു രക്ഷയില്ലായിരുന്നു എൻ്റെ ഒമ്മോ, സീൻ സാധനം. ഗൈസ് നല്ല പൈനാപ്പിൾ ഇങ്ങനെ എടുക്കുക. ഉപ്പ് മുളക് കടിയുണ്ട്. വെൽക്കം ടു പൊന്മുടി. എത്തി. വണ്ടി ഗൈസ് കുരുങ്ങി, വണ്ടി താഴോട്ട് പോകുന്നു. സോ ഇതാണ് ഗൈസ് ഇവിടുത്തെ കാലാവസ്ഥ. ഇന്നത്തെ ഒരു മീഡിയം വെയിലും ചൂട് അനുഭവപ്പെടുന്നില്ല, പക്ഷെ വെയിലുണ്ട്, ഒരു തണുപ്പ്. ഇത് ജസ്റ്റ് വന്നാണ് ഗൈസ്, ഒന്ന് കാണാന്ന് വിചാരിച്ച്. വർക്കലയിൽ പോയപ്പല്ലേ അത് തന്നെ. അരുവി എവിടെയാണോ? അക്കൊള്ളാവോ, ഒരു ആവറേജ് അതുപോലെ. വയറ് നിറഞ്ഞിരിക്കുന്ന വോമിറ്റിങ് മുട്ടുന്നു. നടക്ക് എനിക്ക് പെടുക്കാൻ മുട്ടാണ്. ആൾക്കാരാ ഫുള്ള്. നല്ല ഒരു വെയിലുണ്ട് ഗൈസ്, ഒരു മീഡിയം തണുപ്പുണ്ട്, പക്ഷെ മൊണ്ടിയില്ല, കാറ്റുണ്ട്. നല്ല കാറ്റ്. എങ്ങനെയുണ്ട് ഇക്കച്ചി പൊന്മുടി ക്ലൈമറ്റ്? കോടാമഞ്ഞ്. ഓഹോ, സുഖം. എവിടാ ഈ സുഖാന് ഡിപ്രഷൻ അടിച്ച് ഇതോ അവിടെ പോയിക്കണ കിച്ചാറെ പിടി കച്ചി. ഗൈസ് ഇവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പൊന്മുടി എല്ലാവർക്കും അറിയായിരിക്കും. നല്ലൊരു
റിഫ്രഷിങ് കിട്ടും. തണുപ്പാണ് ഗായ്സ്. തണുപ്പുള്ള സമയത്ത് തണുപ്പ്, ചൂടുള്ള സമയത്ത് ചൂട്, അതൊക്കെ തന്നെ. നമ്മൾ വന്ന് ജസ്റ്റ് ഇരിക്കുക, റിലാക്സ് ചെയ്യുക. ഗായ്സ് നമ്മൾ മല ഇറങ്ങുകയാണ്. ഇവിടെ അതിന് എത്ര മലയുണ്ട്? ഇവിടെ കണക്ക് പ്രതീക്ഷിച്ച് ഒരു കുരിയാച്ചോ ഇറങ്ങി വാടാ കുരിയാച്ചോ. 14. ആ പെണ്ണുമുള്ളയുടെ പേരെന്തോന്നറാ? മറ്റേ എക്കോ മൂവിയിലെ കുരിയാച്ചനെ തളച്ച ഈ മലയിലാണ് ഗായ്സ്. നമ്മൾ കുരിയാച്ചനെ കണ്ടുപിടിച്ചിട്ട് വരാം. ഇവിടെയാണ് ഗായ്സ് വ്യൂ. പൊന്മുടി കുറേ സെക്ഷനുണ്ട്. റൈറ്റും ലെഫ്റ്റും സ്ട്രെയിറ്റും. ഏത് സെക്ഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. ഇറങ്ങി പോവാം. പക്ഷെ സ്ലിപ്പാവരുത്. എന്റെ പൊന്നോ, ആളക്കിടിയായി പോയി. ആളിനെ പിടിച്ചാൽ കിട്ടൂല. കിതയ്ക്കുന്നു ഗൈസ്. കുറെ ആള് ശരീരം അനങ്ങാതെ നിന്നാ വട്ടെത്തി മൂഞ്ചു. ആണ് കട്ടപ്പുറം. ഇതാണ് ഗൈസ് ഇവിടുത്തെ വ്യൂ. സോ ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ ഗൈസ്, എങ്ങനെയുണ്ട്? ഇതൊക്കെ തന്നെ വ്യൂ. പൊന്മുടിയെ പറ്റി പറയാനാണെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ട് ഫുഡ് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ട് ഗൈസ് കല്ലിൻ്റെ പുറത്ത് കഴിക്കണം. അടിപൊളിയാണ്. പിന്നെ നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് ഓക്കെയാണ്. എന്ന് വെച്ചാൽ തണുപ്പുണ്ട്, വെച്ചാൽ വെയിൽ അടിക്കുന്നുണ്ട് ഗൈസ്, പക്ഷേ ചൂടില്ല. ഓക്കെയാണ് നൈസ് ഗൈസ്. കുടയൊന്നുമില്ല, കൊടാൻ വേണ്ടി. സോ ഗൈസ്, ഞാൻ ഖത്തറിലായിരുന്നു 1 വർഷം മുമ്പ്. 1 വർഷവും കറക്റ്റ് 1 മാസവും ഖത്തറിൽ നിന്ന്. എന്നിട്ട് എനിക്ക് വയ്യാതെ നാട്ടിൽ വന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡ് തല ഭയങ്കര വേദനയായിരുന്നു ഗൈസ്. അങ്ങനെ എൻ്റെ ഈ സ്കിന്നിൻ്റെ ഇവിടെ ഫുള്ള് ഡാർക്കായി, ഫുള്ള് പാടായി. ചിക്കൻ ബോക്സിൻ്റെ വേറൊരു ടൈപ്പാണ് എനിക്ക് പിടിച്ചത്. അസുഖത്തിൻ്റെ പേരെന്ത്, വായിക്കൊള്ളാത്ത എന്തോ പേരാണ് ഗൈസ്. ഓൾറെഡി തിരിയത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ പറയാൻ വയ്യ. പിന്നെ ഫുള്ള് മുഖത്ത് സ്പ്രെഡായി, മുഖം ഫുള്ള് ഡാർക്കായി. അങ്ങനെ ഇപ്പോൾ 6 മാസം വരെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ നാട്ടിൽ വന്ന് ഇപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴാണ് ചാനൽ തുടങ്ങിയത്. എൻ്റെ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞ് 2 മാസം ആവാറായി. 2 മാസത്തെ എൻ്റെ ജേണി കൂടെ 1.91K എന്ന് വെച്ചാൽ 2K അടുപ്പിച്ച് സബ്സ്ക്രൈബ് ആവാറായി. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീണ്ടും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ഇനി ഖത്തറിലോട്ടാണ് ഗൈസ് പോകുന്നത്. അതിനുള്ളിൽ ലാസ്റ്റ് ഒരു ചെറിയ ട്രിപ്പ്. ഇവിടെ നിന്ന് നമ്മൾ വർക്കലയിൽ നിന്ന് 2 മണിക്കൂറും അരമണിക്കൂറല്ലേ, 2 മണിക്കൂറോ 1.5 മണിക്കൂറും കൂടെ മതി പൊന്മുടി എത്താൻ. ഞാൻ പൊന്മുടിയിലെത്തി. ഇതാണ് എൻ്റെ ലാസ്റ്റ് ട്രിപ്പ്. എൻ്റെ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി ഖത്തറിൽ വെച്ചുള്ളവർക്ക് കാണാം. അതൊക്കെ തന്നെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകമായിട്ട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കുന്നതായിരിക്കും. ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ. ഇതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ. ചാടുന്ന ബൈ ബൈ.